Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. In the last class we had discussed about the statement and the proof of Fermat's theorem, and today we are trying to deal with some problems on Fermat's theorem. Fermat's theorem in the application and the problems in discuss എന്താണ് Fermat's theorem? P ഒരു പ്രൈം നമ്പറും എ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറുമാണ് സച്ച് ദാറ്റ് ദേ ആർ റിലേറ്റഡ്. അവർ തമ്മിൽ റിലേറ്റഡ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? ദ GCD ഓഫ് എ ആൻഡ് പി ഈസ് ഈക്വൽ ടു 1. ഈ പി എന്ന് പറയുന്ന പ്രൈം നമ്പറും എ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറും തമ്മിൽ എന്താണ് റിലേറ്റീവ്ലി പ്രൈമും ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ റൈസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് പി. എ റൈസ് ടു പി മൈനസ് 1-നെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? സോ ഈ ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫോർ ദ നമ്പേഴ്സ് 13 ആൻഡ് 8 പ്രൂവ് ദാറ്റ് 8 റൈസ് ടു 103 ഈസ് കോൺഗ്രുവന്റ് ടു 5 മോഡ് 13. സോ രണ്ട് നമ്പേഴ്സ് അങ്ങോട്ട് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? 13ഉം 8 അല്ലേ? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ഒരു നമ്പർ ഒരു പ്രൈം നമ്പറാണ്, അടുത്ത നമ്പറും ഒരു കോമ്പസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറാണ് അല്ലേ? സോ 13 ഈസ് എ പ്രൈം നമ്പർ whereas 8 ഈസ് എ നാച്ചുറൽ നമ്പർ. കൂടാതെ നമുക്ക് എന്ത് പറയാം? GCD ഓഫ് 13 ആൻഡ് 8. 13 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനും ചെറിയ നമ്പേഴ്സുമായിട്ട് എല്ലാവരുമായിട്ട് എന്ത് തന്നെ ആയിരിക്കും? ആ നമ്പർ 13 റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. കാരണം എന്താ? ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഓൾ നമ്പേഴ്സ് ലെസ് ദാൻ പി ആർ റിലേറ്റീവ്ലി പ്രൈം ടു പി. ഫോർ എനി പ്രൈം നമ്പർ പി. ഏതൊരു പ്രൈം നമ്പറിനെ സംബന്ധിച്ചും അവയിലും ചെറിയ എല്ലാ നമ്പേഴ്സുമായിട്ട് ആ പ്രൈം നമ്പർ എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ 13 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ 13-നേക്കാൾ ചെറിയ നമ്പറായ 8-ഉമായിട്ട് 13 എന്തായിരിക്കും? റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. So here 13 is a prime number whereas 8 is a natural number and they are both relatively prime. That is equal to 1. So നമുക്ക് എന്ത് കിട്ടി? 13 ഒരു പ്രൈം നമ്പർ ആണെന്ന് കിട്ടി, 8 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് കിട്ടി, അവ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് കിട്ടും. സോ ദേ ആർ ദ essential conditions for Fermat's theorem. Fermat's theorem അല്ലെങ്കിൽ Fermat's theorem അപ്ലൈ ചെയ്യാനുള്ള എസെൻഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഒരു പ്രൈം നമ്പർ വേണം, ഒരു നാച്ചുറൽ നമ്പർ വേണം, അവർ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈമും ആയിരിക്കണം. ഇവിടെ നമുക്ക് 13 ഒരു പ്രൈം നമ്പറാണ്, 8 ഒരു നാച്ചുറൽ നമ്പറാണ്, അവർ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈമുമാണ്. സോ വി ക്യാൻ അപ്ലൈ Fermat's theorem. എന്താ Fermat's theorem പറയുന്നത്? ബൈ Fermat's theorem a raised to p minus 1 congruent to 1 mod p അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതാത് സ്ഥാനങ്ങളിൽ അതാത് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 8 raised to p minus 1, that is 13 minus 1, 12 is congruent to 1 mod 13 അല്ലേ? ഇത് നമുക്ക് എന്ത് വരുത്തണം? 8-ൻ്റെ സ്ഥാനത്ത് 8 തന്നെ കിടക്കുന്നത്. 12-ൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? 103 വരണം, 1-ൻ്റെ സ്ഥാനത്ത് 5 വരണം അല്ലേ? അതെങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 12-ൻ്റെ സ്ഥാനത്ത് എന്താ വരുത്തേണ്ടത്? 103 ആണ് വരുത്തേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് 103-യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. Therefore 103 divided by 12. 12 into 10 is 120 ആണ് അല്ലേ? അപ്പോൾ 12 into 10 ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് 12 into 9 എന്ന് നോക്കാം. 12 into 9 that is 18, 108. അതും പറ്റില്ല അല്ലേ? 12 into 9 is 108. 108 ചെറുതാണ് എന്ത്? 103. again 12 into 8 എന്ന് ചെയ്യാം. 16, 19, 6. So we can say that the quotient is 8 and the remainder 96 കഴിച്ച് ബാക്കി 7 വരും. സോ ഈ 103 എന്ന് പറയുന്ന നമ്പറിലേക്ക് എത്തിക്കാൻ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? 103 എന്ന നമ്പറിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് quotient നമുക്ക് 8 എന്നും റിമൈൻഡർ 7 എന്നും കിട്ടി അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 8 raised to 12 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 13 എന്നാണ് അല്ലേ? നമ്മൾ ചെയ്യുന്നത് ഈ 8 raised to 12-നെ 8 raised to 12 ഈസ് കോൺഗ്രുവന്റ് ടു 1 mod 13 കിട്ടി. സോ ഈ 103 എന്ന് പറയുന്നത് ഈ 103-യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന quotient 8-ഉം റിമൈൻഡർ 7-ഉം ആണല്ലോ. സോ ഇതിനെ ഞാൻ യൂക്ലിഡിയൻ ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും?
103 ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 8 പ്ലസ് 7 എന്ന് എഴുതാം അല്ലേ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. 8^12 ഇപ്പം എന്തായാലും ഉണ്ട് അല്ലേ. ഈ 8^12 സ്ഥാനത്ത് എന്താക്കണം, 8^103 ആക്കണം അല്ലേ. അപ്പം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് 12ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 103 ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? 12ൻ്റെ 8th മൾട്ടിപ്പിളായ 96 ആണ് 103 ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അല്ലേ. ഈ 12ൻ്റെ സ്ഥാനത്ത് എന്താക്കണം, 103 ആക്കണം. അപ്പം നോക്കുന്നത് 12ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 103 ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നോക്കണം. സോ 12 ഇൻറ്റു 8 ആയ 96 ആണ് 103 ഏറ്റവും അടുത്ത് നിൽക്കുന്ന 12ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. സോ അത് ചെയ്യാൻ പോകുന്നത് ഈ 8^12നെ റേസ് ടു എന്തെടുക്കുന്നു, 8 എടുക്കുന്നു. ദാറ്റ് ഈസ് ഈ സൈഡിന് ഞാൻ റേസ് ടു 8 എടുക്കുന്നു. ഇവിടെയും ഈ മോഡ് 13 റേസ് ടു 8 എടുക്കേണ്ട ആവശ്യമാണ്. അതിൻ്റെ വരുന്നതാണ് ഈ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഈ സിമ്പലിലൂടെ വരുന്നതാണ് എന്ത്, മോഡ് 13. സോ ഈ 1നും എന്ത് കൊടുക്കുന്നു, റേസ് ടു 8 കൊടുക്കുന്നു. സോ അങ്ങനെയെങ്കിൽ ഇതെന്താണ്, 8^12 the whole raised to 8 അല്ലേ. that is a raised to m the whole raised to n, that is a raised to m into n എന്ന് കിട്ടും. therefore 8^12 into 8 is constant to 1ന് എത്ര പവർ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. that is 1 mod 13 ആണല്ലോ. that is 8^12 into 8 is 96 is congruent to 1 mod 13 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8^12 കിടന്ന സ്ഥാനത്ത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി, 8^96 ആയി അല്ലേ. ഈ 12 ഇൻറ്റു 8 ഈ പോർഷൻ നമ്മളിവിടെ കൊണ്ടുവന്നത്, അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തത്, പവറായിട്ട് നമ്മൾ 8 എടുത്ത്. ഇനി ഈ 12 ഇൻറ്റു 8ൻ്റെ കൂടെ എത്ര കൂടെ, 7ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്ര കിട്ടും, 103 കിട്ടും അല്ലേ. സോ ഈ 8^96ൻ്റെ കൂടെ ഒരു ഈ 96 പ്ലസ് 7 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 103 കിട്ടും അല്ലേ. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം a⁻m ഇൻറ്റു a⁻n ആണ് എന്ത്, a⁻m പ്ലസ് n എന്ന് പറയും. നമുക്കിവിടെ വേണ്ടത് എന്താണ്, 8^103 ആണ് വേണ്ടത് അല്ലേ. അത് നമ്മൾ എന്തോ ഉണ്ട്, 8^96 ഉണ്ട്. ഈ 8^96ൻ്റെ കൂടെ 96 7 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 8^103 ആവും അല്ലേ. സോ a⁻m പ്ലസ് n എന്ന് പറയുന്നത് 8^96 പ്ലസ് 7 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഈ സൈഡ് നമ്മളിങ്ങനെ മാറ്റി ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ a⁻m പ്ലസ് n എനിക്ക് a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാം. സോ എന്തായാലും ഇപ്പം എന്തുണ്ട്, 8^96 ഉണ്ട്. ഈ 8^96ൻ്റെ കൂടെ 8^7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും, 8^103 കിട്ടും അല്ലേ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് സൈഡിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്ത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യൂടെ, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. കാര്യം എന്താ, നമ്മൾ പ്രോപ്പർട്ടീസിനകത്ത് പഠിച്ചു, a കോൺഗ്രുവൻ്റ് b മോഡ് n ആണെങ്കിൽ c ഒരു ഇൻഡിജറും കൂടെ ആണെങ്കിൽ a ഇൻറ്റു c കോൺഗ്രുവൻ്റ് b ഇൻറ്റു c മോഡ് n ആയിരിക്കും. ഇവിടെ സിയുടെ സ്ഥാനത്ത് എന്ത് വന്നേ ഉള്ളൂ, 8^7 വന്നേ ഉള്ളൂ. 8^7 എന്തായിരിക്കും, ഒരു ഇൻഡിജർ ആയിരിക്കും. സോ 8^96 ഇൻറ്റു ഇൻഡിജർ 8^7 ഈസ് കോൺഗ്രുവൻ്റ് ടു 1 ഇൻറ്റു 8^7 മോഡ് 13 എന്ന് എഴുതാം. സോ ഇവിടെ എന്തായി, 96 പ്ലസ് 7 ദാറ്റ് ഈസ് 8^103 കോൺഗ്രുവൻ്റ് ടു 8^7 മോഡ് 13 ആണോ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് കിട്ടി, 8^103 കിട്ടി കോൺഗ്രുവൻ്റ് ടു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8^7 എത്രയാണെന്നുള്ളതാണ്. ആ 8^7ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കേണ്ടത്, 5 ആയിട്ട് മാറ്റേണ്ടത് അല്ലേ. നമ്മൾ ആദ്യം കാൽക്കുലേറ്ററിൽ 8^7 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20,97,152 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ബൈ 13 വി ഗെറ്റ് ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ ഡെസിമൽ വാല്യൂവിനെ
നമ്മൾ അത് വേറൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ വെച്ച് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ് അപ്പോൾ അത്രയും കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകണ്ട. എന്ത് ചെയ്താൽ മതി, ഈ 8�7 നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറക്റ്റായിട്ട് കിട്ടി, മോഡ് 13 കിട്ടി. അങ്ങനെയെങ്കിൽ 8�7നെ മോഡ് 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ത് തന്നെ ആയിരിക്കും, 5 തന്നെ ആയിരിക്കും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 13. ഇനി നമുക്ക് എഴുതി അങ്ങ് അവസാനിപ്പിക്കാം. കുറച്ച് അത്രയും കോംപ്ലിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ സ്റ്റെപ്പ് നമുക്ക് ഇത്രയും ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റെപ്പ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യും. സോ അത് ഞാൻ അവിടെ വെച്ചങ്ങ് ചുരുക്കി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും, ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിട്ട് റിസൾട്ടിലേക്ക് പോകും. അത്രയും കോംപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇത്രയും ചെയ്തതിന് ശേഷം ജിസ് കോൺഗ്രുവൻറ്റ് ടു നമുക്ക് വേണ്ടുന്ന റിസൾട്ട് പ്രൂവ് ചെയ്യാനില്ല, അപ്പോൾ എന്തായാലും തെറ്റത്തില്ല. സോ കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 13 അങ്ങ് എഴുതും. നമ്മൾ ചെയ്തത് എന്താണ്, തന്നിട്ടുള്ള ഐറ്റംസിൽ നിന്നും ഒരു നമ്പർ പ്രൈം ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു, മറ്റേത് നാച്ചുറൽ നമ്പർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു, അവർ തമ്മിൽ റിലേറ്റീവ്ലി പ്രൈം ആണെന്നും ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ഫെർമാക്സ് തിയറം അപ്ലൈ ചെയ്തു. ആ ഫെർമാക്സ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ട എവിടെയൊക്കെയാണെന്ന് നോക്കി. ആ 12ന്റെ സ്ഥാനത്ത് 103 എത്തണം. സോ 12നെ 103 എത്തിക്കാനായിട്ട് 12 × 8 + 7 ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഡിവിഷൻ പ്രൊസീജിയറിലൂടെ മനസ്സിലാക്കി. അപ്പോൾ 12 × 8 ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, ആ 8⁻12നെ ഹോൾ റൈസ് ടു 8 എടുത്തു. എന്തുകൊണ്ട്, a⁻m ദ ഹോൾ റൈസ് ടു n ആണ് എന്ത്, a⁻m എന്നെന്ന് പറയുന്നത്. സോ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, a⁻12 × 8 ആണ് വരുത്തേണ്ടത്. സോ a⁻12 നമ്മുടെ ഉണ്ട്, ഹോൾ റൈസ് ടു 8 എടുത്ത് നമുക്ക് എന്ത് കിട്ടും, 12 × 8 കിട്ടും. നമ്മൾ എന്ത് ചെയ്ത്, 8⁻12 ദ ഹോൾ റൈസ് ടു 8 എടുത്തു. അപ്പുറത്തെ സൈഡിലും 1⁻8 എടുത്തു. നമ്മൾ എന്ത് ചെയ്ത്, 8⁻96 ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 13 എന്ന് കിട്ടി. ഇനി എന്ത് വേണം, ഒരു 7ന്റെ അഡീഷൻ കൂടെ വേണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, a⁻m + n എന്ന് പറയുന്നത് a⁻m × a⁻n ആണ്. സോ ആ 8⁻96 + 7 എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, 8⁻96 × 8⁻7 എന്ന് എഴുതി. അപ്പുറത്തെ സ്ഥലം എന്ത് ചെയ്തു, 8⁻7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Therefore 8⁻103 is congruent 8⁻7 mod 13 which is congruent to 5 mod 13 എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. സോ ഈ ഒരു ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് 5 mod 13 അങ്ങ് എഴുതാം. കുറച്ച് അത്രയും കോംപ്ലിക്കേറ്റ് റിസൾട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട, പോണ ഡിവിഷൻ പ്രൊസീജിയർ നമുക്ക് അവിടെ സ്റ്റിച്ച് എന്ത് ചെയ്യാം, അങ്ങ് ചുരുക്കി എഴുതിയിട്ട് നമുക്ക് റിസൾട്ടിലേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. That's all for the first question. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, for two numbers 2 and 17 prove that 2⁻1000 is congruent to 1 mod 17. ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, whereas 2 is also a prime number also a natural number. 2 ഒരു പ്രൈം നമ്പറുമാണ്, നാച്ചുറൽ നമ്പർ. സോ നമുക്ക് പ്രൈം നമ്പർ 17 ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് മോഡ് 17 ആണ് വരുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, 17 നമുക്ക് p ആയിട്ട് എടുക്കാം, 2നെ നമുക്ക് n ആയിട്ടും എടുക്കാം. കൂടാതെ the GCD of 17 and 2 is equal to 1 ആണ്. അങ്ങനെയെങ്കിൽ by using Fermat's theorem we can say that a⁻p−1 congruent to 1 mod p. Applying the numbers we get 2⁻16 is congruent to 1 mod 17. ഇനി എന്ത് ചെയ്യണം, ഈ 16ന്റെ സ്ഥാനത്ത് എന്ത് കൊണ്ടുവരണം, 1000 കൊണ്ടുവരണം അല്ലേ. അത് എന്ത് ചെയ്യണം, 1000നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1000 on division with 16 we'll get the quotient as 62 and remainder as 8. So 2⁻16 congruent to 1 mod 17 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് 1000നെ എങ്ങനെ എഴുതാം, 1000 is equal to 16 × 62 plus 8 എന്ന് എഴുതാം. 16 ഇവിടെ നമ്മുടെ കയ്യിലുണ്ട്, ഇൻറ്റു 62 കൂടെ വരുത്താൻ എന്ത് ചെയ്യണം, ഹോൾ റൈസ് 62 എടുക്കണം. 2⁻16 the whole raised to 62. അപ്പോൾ 60 × 62 എന്നുള്ള ഈ വാല്യൂ 992 എന്നുള്ള വാല്യൂ ഇവിടെ വരും. കോൺഗ്രുവൻറ്റ് ടു 1⁻16.
62 mod 17. Therefore, here it become 2 raised to 60 into 62 is 992 congruent to 1 mod 17. Now, എന്ത് വേണം? ഒരു 8ന്റെ അഡീഷൻ വേണം അല്ലേ? സോ ഈ 2 raised to 992 into 2 raised to 8 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 raised to 992 and 2 raised to 8 is 2 raised to 992 plus 8. That is 2 raised to 1000 എന്നുള്ള നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. That is congruent to 1 into 2 raised to 8 mod 17. That is 2 raised to 1000 congruent to 2 raised to 8 mod 17. 2 raised to 8നെ 17 2 raised to 8 mod 17 നമുക്ക് എന്തായിട്ട് എഴുതാം? ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ആയിട്ടുള്ള 1 mod 17 ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയും കോംപ്ലിക്കേഷൻസ് അവിടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റിസൾട്ട് ഒരിക്കലും എന്ത് ചെയ്തില്ല, തെറ്റത്തില്ല. വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും മോഡും കറക്റ്റായിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 raised to 8 എന്നുള്ള വാല്യൂ എന്താണ് കൊടുക്കാം? 1 mod 17 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ 2 ഒരു നാച്ചുറൽ നമ്പർ ആയിരുന്നു, 17 ഒരു പ്രൈം നമ്പർ ആയിരുന്നു. സോ ദാറ്റ് the GCD of 2 and 17 is equal to 1. So by applying Fermat's theorem, we got the result as 2 raised to 1000 congruent to 1 mod 17. So in നമ്മൾ Fermat's theoremത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് പഠിച്ചത്. ഈ രണ്ട് പ്രോബ്ലംസ് Fermat's theorem സ്റ്റേറ്റ്മെന്റും ഈ രണ്ട് പ്രോബ്ലംസും 3 വട്ടം എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് കോമൺ സെമിനായിട്ട് പോസ്റ്റ് ചെയ്യുക. So that's all for today's session. Thank you.